ശ്രീനഗറിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. നമ്മുടെ നാട്ടിലെ അശോക സ്തംഭം, ഈ അശോക സ്തംഭം നമ്മുടെ പാസ്പോർട്ടിലുണ്ട്, നമ്മുടെ സെൻട്രൽ വിസ്തയ്ക്ക് മുകളിലുണ്ട്, ജഡ്ജിമാർ കോടതികളിലുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോയാൽ ഘടനാപരമായിട്ട് എന്ത് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം തന്നെ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സിമ്പലായിട്ടുള്ള അശോക സ്തംഭമുണ്ട്. ഈ അശോക സ്തംഭം നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമോ ഇന്ത്യയിൽ? എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു. ഇത് ജമ്മു കാശ്മീരിലാണ് സംഭവിച്ചിരിക്കുന്നത്. ശ്രീനഗറിലെ ഹസ്രത് ബാൽ പള്ളിക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഒരു ഫലകം, അതായത് ഈ ഫലകം അവിടെയുള്ള വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫലകമാണ്. ഈ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഫലകം എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിൻ്റെ ഫലകമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു സ്ഥലത്ത് ഈ അശോക സ്തംഭത്തിൻ്റെ ചെറിയൊരു എംബ്ലം ഉണ്ടായിരുന്നു. ഈ എംബ്ലം നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ ഞങ്ങളത് കാണിക്കുന്നതാണ്. എന്തായാലും ഈ സംഭവത്തെ ഒമർ അബ്ദുള്ള, അവിടെയുള്ള മുഖ്യമന്ത്രി, ന്യായീകരിച്ച് വന്നിരിക്കുകയാണ്. ഈ അശോക സ്തംഭം എന്നുള്ളത്, ഈ ചിഹ്നം എന്നുള്ളത് സർക്കാർ പരിപാടികൾക്കുള്ളതാണെന്നും മതസ്ഥാപനങ്ങൾക്കുള്ളതല്ല എന്നുമാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തിയ തെറ്റിന് ജമ്മു കാശ്മീർ വഖഫ് ബോർഡ് ക്ഷമാപണം നടത്തണം എന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെക്കൻ കശ്മീരിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് ഇയാൾ സംസാരിക്കുകയായിരുന്നു. ഒരു പറ്റം തൊപ്പിയിട്ടതും ബുർഖയിട്ടതുമായിട്ടുള്ള ആൾക്കാർ വന്ന് ഈ അശോക സ്തംഭത്തെ നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കേരളത്തിലൊരു വാർത്തയായോ? കേരളത്തിൽ ഇതൊന്നും ഒരു വാർത്തയായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ദേശീയത നിറഞ്ഞു തുളുമ്പുകയാണ്. സുരേഷ് ഗോപി, അദ്ദേഹം ഇന്ത്യയുടെ പതാകയും കയ്യിലേന്തി ഇൻഡിപെൻഡൻസ് ഡേക്ക് നടന്നു വന്നപ്പോൾ, ഇന്ത്യൻ പതാക കയ്യിൽ പിടിച്ച് നടന്നു വന്നപ്പോൾ സുരേഷ് ഗോപിയെ വിമർശിച്ച ടീമാണ്. പോരാത്തതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിവസം അദ്ദേഹത്തിൻ്റെ തോളിലിട്ടിരിക്കുന്ന ഷോള്, അത് ഇന്ത്യൻ പതാക പോലുമല്ല, ആ ഷോൾ എടുത്ത് മുഖം തുടച്ചപ്പോൾ ഇന്ത്യൻ പതാക കൊണ്ട് മോദി മുഖം തുടയ്ക്കുന്നു എന്ന് പറഞ്ഞ് രോഷം കൊണ്ട ആൾക്കാരാണ്. എന്നാൽ ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.